അയ്യാ വണക്കം. നായന്മാരെല്ലാം ഇപ്പം ഇടത്ത് വാക്കിനാണല്ലോ. അതായത് നമ്മുടെ രാജമാണിക്യം സിനിമയിൽ മമ്മൂക്ക പറയുന്നത് പോലെ ഇങ്ങാട്ട് നിൽക്കടാ, ഇടത്താട്ട് നിൽക്കടാ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഡേയ്, രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടി ഇടത്താ വലത്താ നിൽക്കാൻ പറയട്ട്, ഞാനൊരു പഞ്ചിന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ കഥയൊന്ന് മുന്നോട്ട് കൊണ്ട് പൊക്കോട്ടെൻ്റെ മല്ലയ്യ. ഇനിയിപ്പം മമ്മൂട്ടി ഇടത്തല്ല വലത്താണ് നിൽക്കാൻ പറഞ്ഞത് എന്നൊന്നും കമൻ്റ് ഇട്ട് കളയല്ലേ. എൻ്റെ താടി വളരുന്ന എൻ്റെ മീശയുടെ ഇറക്കം ഒന്നും നോക്കാതെ പറയണമെന്ന് കേൾക്കാൻ നോക്കും മല്ലയ്യ പ്ലീസ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് ഈ നായന്മാരെല്ലാം ഇപ്പോൾ ഇടത്ത് വാക്കിനാണ്. സുകുമാരൻ നായർ മുതൽ മല്ലിക വരെ. മല്ലിക എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മല്ലിക അമ്മയാണ്, നമ്മുടെ പൃഥ്വിരാജപ്പൻ്റെ അമ്മയായിട്ടുള്ള മല്ലിക സുകുമാരൻ. മല്ലിക സുകുമാരൻ വരെ ഇപ്പോൾ ഇടത്ത് വാക്കിനാണ് ചാഞ്ഞ് നിൽക്കണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പോരാത്തതിന് ഏറ്റവും മികച്ച വിശ്വാസി ആരെന്നുള്ള ഒരു ടഫ് ഗെയിമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മത്സരത്തിൽ ഈ CPM ആണോ BJP ആണോ ഏറ്റവും മികച്ച ഹിന്ദു വിശ്വാസി പാർട്ടി എന്നുള്ള ആ ഗെയിമിനിടയിൽ BJPക്കകത്ത് ചെവിയിൽ പൂടയുള്ള നായർക്കെതിരെ അതിനകത്തുള്ള ആൾക്കാർ തന്നെ കലഹം തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ആര് പറഞ്ഞ ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണമെന്ന്? കരമന ജയം പറയുന്നത് ഇവിടെ കള്ളിക്കാട് കാണ്ട കണക്കിന് സ്ഥലം കിടക്കണമെന്നാണ്. 250 ഏക്കർ കിടക്കുകയാണ്. അപ്പോൾ കാണാം നമ്മുടെ അപ്പുറത്ത് കാസർഗോഡ് നിന്നും വേറൊരു വിമതസ്വരം. കാസർഗോഡ് കിട്ടണം, പിന്നെ എന്തിനാണ് ഇയാളെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും. അതായത് എയിംസ് കൊണ്ടുവരുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം, മറിച്ച് അതെങ്ങനെയെങ്കിലും കൊണ്ടുവരരുത് എന്നുള്ളത് ഞാൻ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ചെവിയിൽ പൂടയുള്ള നായർക്കെതിരെ തമ്മിത്തല്ല് അതിനകത്ത് നടക്കുകയാണ്. ഇനി വേറൊരു സെറ്റപ്പ് പറയുകയാണെങ്കിൽ കുറേ നായന്മാർ തൃശ്ശൂരിലേക്ക് ഓടിയിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയെ പിടിക്കാനാണ്. കുറേ നായന്മാർ പിണറായിയുടെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട്. ഇനി നമ്മുടെ നിയമസഭയിലുള്ള കുറച്ച് നായന്മാരുണ്ട്. അതായത് ആ നിയമസഭയിലുള്ള നായരെന്ന് പറഞ്ഞാൽ ചെന്നിത്തല നായർ ഇപ്പോൾ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പുറത്തിരിക്കുന്ന സതീശൻ നായർക്ക് ഒരു അടി കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ സതീശൻ നായരെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കിയിട്ട് ആ കപ്പടിച്ച് മാറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചെന്നിത്തല നായർ പദ്ധതികൾ മെനഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നത്. ഒരു തവണ ഞാൻ പരാജയപ്പെട്ടു, എന്തിന്? മുഖ്യമന്ത്രിയാകാനായിട്ട്. പക്ഷേ ഇനിയും ഞാൻ പൊരുതും എന്നാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബഹളത്തോട് ബഹളം, അടിയോടടി. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മല്ലിക അമ്മയുടെ കുറച്ച് സ്പീച്ചുകൾ കേൾക്കാനായിട്ട് ഇടവന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നായർ ലോബിയെ അങ്ങോട്ട് പിടിച്ച് മാറ്റി നിർത്താം. മല്ലിക അമ്മ ഇങ്ങോട്ടേക്ക് വരും. മല്ലിക അമ്മയുടെ സ്പീച്ച് എന്ന് പറയുന്നത് പിണറായി സഖാവിനെ അങ്ങ് പുകഴ്ത്തി പാടുകയാണ് മല്ലികാമ്മ. സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ മല്ലികാമ്മ എന്തു പറഞ്ഞാലും ഏറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പൃഥ്വിരാജപ്പൻ ഇപ്പോൾ സുഡാപ്പിയുടെ വലിയ സപ്പോർട്ടായതുകൊണ്ടും സുഡാപ്പികളെ സൂചിപ്പിച്ച് നിൽക്കുന്നത് കൊണ്ടും ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സിനിമകൾ നടക്കുന്നതുകൊണ്ടും സുഡാപ്പികൾ പൊതുവെ മല്ലികാമ്മയെ ട്രോളാറില്ല. എങ്കിലും സുഡാപ്പികളിലെ ജെൻസി പിള്ളേർ, അതായത് ഈ രാഷ്ട്രീയമൊന്നുമില്ലാത്ത നിഷ്പക്ഷ പിള്ളേരുണ്ട്, ആ പിള്ളേർ മല്ലികാമ്മയെ ട്രോളുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി കഴിഞ്ഞാൽ മല്ലികാമ്മ ഇപ്പോഴും ചെമ്പിലിരുന്ന് പോകുന്ന ആ ദൃശ്യങ്ങളുണ്ട്, ഇങ്ങനെ തത്തക്ക പുത്തക്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ദൃശ്യങ്ങൾ വൈറലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എപ്പോഴിട്ടാലും ഷുവർ ഷോട്ട് ഹിറ്റായിട്ടുള്ള ദൃശ്യങ്ങളാണ്. അങ്ങനെ മല്ലിക അമ്മ പറയുകയാണ്, പിണറായി സഖാവ് ചെയ്ത ഓരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, എനിക്കാണെങ്കിൽ ശ്വാസം പോലും കിട്ടില്ല അത് പറയാനെന്നാണ് മല്ലിക അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മല്ലിക അമ്മ പണ്ട് വരെ, അതായത് കുറച്ചു കാലം മുമ്പ് വരെ നരേന്ദ്രമോദിയെയും യോഗിയെയും അമിത്ഷായെയുമൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്ന ഒരു സ്ത്രീയായിരുന്നു എന്നൊരു കിംവദന്തി പല ആൾക്കാരും പറഞ്ഞു വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള സമൂഹത്തിലെ സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും ഒരുമിച്ച് നിന്ന് മല്ലിക അമ്മയെ മൃഗീയമായി ട്രോളുകയായിരുന്നു എന്നുള്ളൊരു കിംവദന്തിയും ഏറിലുണ്ട്. എന്തായാലും അതൊക്കെ ഏറിൽ നിൽക്കട്ടെ. പക്ഷേ മല്ലിക അമ്മ ഒരു സുപ്രഭാതത്തിൽ കണ്ണിഞ്ഞരടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വലിയ പിണറായി ഭക്തയായി മാറുകയാണ്. വലിയ പിണറായി ഭക്ത എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ പിണറായി ഭക്ത. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള പോഡ്കാസ്റ്റുകളിൽ ഓടി നടന്ന് പിണറായി വിജയൻ അങ്ങനെ ചെയ്തത് കണ്ടില്ലേ, പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തത് കണ്ടില്ലേ, പിണറായി വിജയൻ നന്നാക്കിയ റോഡുകൾ നോക്കൂ, 50% പാർട്ടിക്കാർക്ക് കൊടുത്തു കാണും, അതൊക്കെ ഒരു ചെറിയ പ്രവൃത്തിയല്ലേ, അതൊക്കെ അങ്ങ് സഹിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മല്ലിക അമ്മ വലിയ രീതിയിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മല്ലിക അമ്മയുടെ ഒരു കഥ ഓർമ്മ വന്നത്. 2018-ലോ 2019-ലോ, അതായത് ശബരിമല യുവതീ പ്രവേശനം നടന്ന ആ ഒരു വർഷം ഞാൻ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായി പരിണമിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായി മൊട്ടിട്ട് വിരിയുന്ന ഒരു കൊച്ചു ചെറു പുഷ്പമായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന എന്നെ
അനന്തപുരി നായർ സമാജം എന്ന് പറയുന്ന ഒരു സമാജത്തിൻ്റെ ഒരു പരിപാടി കവർ ചെയ്യാനായിട്ട് വിളിക്കുന്നു. ഈ അനന്തപുരി നായർ സമാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുകുമാരൻ നായർ മണ്ടമറിഞ്ഞു പോണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും, അതായത് ബഡ്ജറ്റൊക്കെ വായിക്കുമ്പം 100 കോടി വരവ്, അപ്പം എല്ലാവരും കൈയടിക്കും. അടുത്തത് 101 കോടി ചെലവ് എന്ന് പറയുമ്പം എല്ലാവരും തന്തയ്ക്ക് വിളിക്കും. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇതിനകത്ത് കഴിഞ്ഞാൽ വലിയ ഭിന്നതയും പിളർപ്പും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. തലപ്രാന്ത് എടുക്കും അതിനകത്ത് കയറി. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അതായത് പണ്ട് ആരാണ്ട് പറഞ്ഞതുപോലെ 4 ചീനി കമ്പിലും 2 ഉജാലയുടെ ടയറിലുമാണ് ഇത് എങ്ങനെയെങ്കിലും ഓട്ടിച്ചുകൊണ്ട് പോകണം സുകുമാരണ്ണൻ, ഒന്ന് സഹകരിക്കുമല്ലയ്യ എന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ അതിനെതിരെ റിബൽ ഗ്രൂപ്പായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് അനന്തപുരി നായർ സമാജം എന്ന് പറഞ്ഞൊരു സമാജം രൂപീകരിച്ചു. അനന്തപുരി നായർ സമാജത്തിൻ്റെ വലിയ സമ്മേളനമൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഗുജറാത്തിൽ വലിയ സംഭവമായിട്ട് നിന്ന ഹാർദിക് പട്ടേലിനെയൊക്കെയാണ് കൊണ്ടുവന്ന് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഇവിടെ നടത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഈ മന്നം ജയന്തിയിൽ തിരുവനന്തപുരത്ത് ഒരു വലിയൊരു സമ്മേളനം അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ വെച്ച് വലിയൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഹോട്ടലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ആ ഫംഗ്ഷനിലേക്ക് മല്ലികാമ്മ വരികയാണ്. മല്ലികാമ്മ വരുമ്പോൾ ഈ സംഭവം കവർ ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്, കൂടെ ഒരു ക്യാമറമാനുണ്ട്. ഇത് കവർ ചെയ്യാൻ ഞാൻ വരുന്നു. മല്ലികാമ്മ വരുന്നു. മല്ലികാമ്മയുടെ പ്രസംഗം അങ്ങ് തുടങ്ങുന്നു. വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് മല്ലികാമ്മ പറയുന്നതെന്ന് ചിലപ്പോൾ മല്ലികാമ്മയ്ക്ക് പോലും അറിയാനുള്ള സാധ്യതയില്ല. എല്ലാം കഴിഞ്ഞ് മാത്രമേ അതിൻ്റെ വരും വരായികകൾ എല്ലാം മല്ലികാമ്മ ചിന്തിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ ആരെങ്കിലുമൊക്കെ പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരാണല്ലോ, നമ്മളിങ്ങനെ കീനായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. നമസ്കാരം എന്ന് പറയുമ്പോൾ ഓക്കെ നമസ്കാരം, ബാക്കി പറ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യലായിട്ട് പറയുന്നുണ്ടോ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ ദുരന്തമായി പോയില്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെയും സ്വാഭാവികമായിട്ടുള്ള ചിന്താഗതി ആ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കോൺട്രവേഴ്ഷ്യലായിട്ട് പറയുന്നുണ്ടോ എന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാണാടാ വരുന്ന ഒരു അടാർ ഐറ്റം മല്ലികാമ്മ ആ സമയത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. മല്ലികാമ്മ പറയുന്നത് ഈ പിണറായി സർക്കാർ ഞാനൊരു ദിവസം രാവിലെ വീട്ടിലിരുന്നപ്പോഴാണ് എൻ്റെ അടുത്ത് അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളൊരു സ്ത്രീയോ വേലക്കാരിയോ ഓടി വന്ന് പറയുന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി അമ്മയെ, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയത്. ഞാനന്ന് തകർന്നു പോയി എന്ന് മല്ലികാമ്മ പറഞ്ഞ ശേഷം പിണറായി വിജയനെ തെറി എന്ന്. തെറി എന്ന് പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തെറിയല്ല, മാന്യമായിട്ടുള്ള തെറി. അങ്ങനെ തെറി പറയുകയാണ്. എന്നിട്ട് അവസാനം അമ്മ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചു നിർത്തിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതായത് ഈ സർക്കാരിനോട്, പ്രത്യേകിച്ച് പിണറായി വിജയനോട് എനിക്ക് പുച്ഛമാണ് എന്ന് പറഞ്ഞു. കിടിലം, കിടുക്കാച്ചി, കുക്കുടാച്ചി, കിടുകിടാച്ചി എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിനകത്ത് ഒരു ആനന്ദ നൃത്തം അങ്ങനെ ഉടലെടുക്കുകയാണ്. പിണറായി വിജയനോട് പുച്ഛം, നല്ല തമ്പ്, അടിപൊളി തമ്പ്. ഇതാകുമ്പം ഞാൻ ഈ തമ്പ് കൊടുക്കുമ്പം പല കാര്യങ്ങളും ശ്രദ്ധിക്കും. എന്ന് പറഞ്ഞാൽ ഈ തമ്പിനകത്ത് മിസ്ലീഡിംഗ് ആയിട്ട് ഒരു സംഭവം വരരുത് എന്ന് എനിക്ക് ചെറിയ നിർബന്ധമുണ്ട്. മിസ്ലീഡിംഗ് ആയിട്ട് ഒരു സംഭവം വരാതിരിക്കാനായിട്ട് ഒരാൾ ബൈറ്റ് പറയുന്നതാണെങ്കിൽ അയാളുടെ ബൈറ്റിലെ കാര്യങ്ങൾ ഞാനെടുത്ത് തമ്പിൽ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ തമ്പിൽ ഞാൻ കൊടുത്തത് പിണറായി വിജയനോട് പുച്ഛമെന്ന് മല്ലിക സുകുമാരൻ. ഈ സംഭവം ഞാനിങ്ങനെ ഓടി വന്നൊരു കിടുക്കാച്ചി എക്സ്ക്ലൂസീവ് കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ആശ്വാസത്തിലിരുന്ന് അത് വെട്ടി ആ സമയത്ത് ജോലി ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ അപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആദ്യം വലിയ ഓട്ടോ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒരു 5 മണിയോടൊക്കെ അടുത്തപ്പോൾ സദസ്സൊന്ന് മുറുമുറുത്തു. ശേഷം ആ വീഡിയോ മേലേക്ക് ഇങ്ങനെ കയറാനായിട്ട് തുടങ്ങി. രാത്രി ഒരു 8 മണിയായപ്പോൾ ഈ വീഡിയോയുടെ ഒരു ഓട്ടോ ഒക്കെ കണ്ട് കൊള്ളാം, സംഭവം ഓടുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്തൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ഓടുന്നത് കാണുമ്പോൾ ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ആനന്ദം തോന്നും. അപ്പോൾ അങ്ങനെ ഞാനവിടെ വീട്ടിലൊരു കട്ടനൊക്കെ കുടിച്ച് ഒരു 8 മണിയായപ്പോൾ സിറ്റ് ഔട്ടിൽ വന്ന് നടുവൊക്കെ നിവർത്തി ഇങ്ങനെ ഏകാന്തതയിലേക്ക് നോക്കി ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി അന്താളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കാണാം 8 മണി കഴിഞ്ഞു, 8:30 കഴിഞ്ഞു, 9 മണിയായപ്പോൾ എൻ്റെ ഫോണ് കുണുകുണു അടിച്ചു. എൻ്റെ ഫോണ് കുണുകുണു അടിച്ചിട്ട് ഞാൻ ആ ഫോൺ എടുത്തു. ഹലോ ആരാണ് എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ ഈ അനന്തപുരി നായർ സമാജമില്ല, ഇന്ന് നടന്നില്ല ആ പരിപാടി, മന്നം മെമ്മോറിയലിൻ്റെ ആ പരിപാടിയുടെ സംഘാടകരാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ, എന്താണ് വിളിച്ചത്, ഇനി എന്തെങ്കിലും കവർ ചെയ്യാനുണ്ടോ, പെട്ടെന്ന് പറ, ഞാൻ പെട്ടെന്ന് വന്ന് കവർ ചെയ്യാം എന്നുള്ളൊരു ആംഗിളിലാണ് ഞാൻ ഫോൺ എടുത്തത്. പെട്ടെന്ന് പറഞ്ഞാൽ അല്ല, നിങ്ങൾ കൊടുത്തൊരു വാർത്തയുണ്ടല്ലോ മല്ലികാമ്മ പിണറായി പുച്ഛം എന്നൊക്കെ പറയുന്ന ആ സാധനം, മല്ലികാമ്മ ഇപ്പോൾ വിളിച്ചിരുന്നു. മല്ലികാമ്മ വല്ലാണ്ട് ഭയന്ന് ഭയചകിതയായി, അതാണ് എക്സാക്റ്റ് വേർഡ്. അങ്ങനെ ഭയചകിതയായിട്ടാണ് മല്ലികാമ്മ വിളിച്ചത്. ആ വാർത്തയൊന്ന് വലിക്കാമോ, മല്ലികാമ്മ വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇനി വേണമെങ്കിൽ ഞാൻ പ്രത്യേകം കൊണ്ട് വിളിപ്പിക്കാം, വേണോ,
പ്രത്യേകം കൊണ്ട് വിളിപ്പിക്കാം, പെട്ടെന്ന് പറ എന്നുള്ള രീതിയിലാണ് മല്ലികാമ്മ സംസാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്തൊരു വാർത്ത അതിൽ അവർ പറഞ്ഞത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എൻ്റേതായിട്ടുള്ള എക്സ്ട്രാ ആഡ് ഓൺസ് ഒന്നും ആ കാര്യങ്ങളിനകത്തില്ല. അതില്ലാത്തത് കൊണ്ട് അത് വലിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ചോയ്സ് എൻ്റെ ചോയ്സാണ്, എനിക്കത് വലിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും അവർ വിളിക്കുന്നു. അങ്ങനെ വിളിച്ചപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ, അതായത് ഇനി ആ പാവം സ്ത്രീക്ക്, വയസ്സായൊരു സ്ത്രീയാണ്, അവർക്ക് ഈ CPMകാരുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാർത്ത ദുഃഖസമേതം പിൻവലിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ വാർത്ത പിന്നീട് ഒരിടത്ത് നോക്കിയാലും കാണാനായിട്ട് സാധിക്കില്ല. ആ വാർത്തയും പിൻവലിച്ചു. ആ വാർത്ത പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഒരിടത്ത് നോക്കിയാലും കാണാനായിട്ട് സാധിക്കില്ല. ആ വാർത്ത പിന്നീട് പിൻവലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതുവരെ പിണറായി വിജയനെ തലങ്ങും വിലങ്ങും തെറി പറഞ്ഞുകൊണ്ടിരുന്ന മല്ലികാമ്മ ഇപ്പോൾ വലിയ പിണറായി ഭക്തിയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് സംഘപരിവാറിൽ നിന്നും നേരിടേണ്ടി വന്ന, അതിൽ ഒരു ഖേദവുമില്ല നമുക്ക്, അത് വേറൊരു കാര്യം, നേരിടേണ്ടി വന്ന വലിയ രീതിയിലുള്ള ആക്രമണമാണ് എന്നുള്ളതായിരിക്കാം മിക്കവാറും. സാധാരണ സ്വാഭാവികമായിട്ട് ഒരു അമ്മയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കാം. എന്തായാലും ഇപ്പോൾ വലിയ പിണറായി ഭക്തിയാണ്. പിണറായി വിജയനെ പാടി പൊഴുത്തിക്കൊണ്ട് നടക്കുകയാണ് മല്ലികാമ്മ ഓരോ സ്ഥലങ്ങളിലും. എന്തായിരുന്നാലും ഇത്രയും പാടി പൊഴുത്തിക്കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് തുറന്നു നോക്കണം കേട്ടോ. പല നല്ല ട്രോളുകളും കാണാം. അതായത് എന്നെയും എൻ്റെ മകനെയും ട്രോളുന്നു എന്നാണ് മല്ലികാമ്മ പരിതപിക്കുന്നത്. ഇപ്പോൾ അതിലും വലിയ ട്രോളുകളാണ് നിങ്ങൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രോളാണ്, നല്ല രസമാണ് കാണാൻ. അത് കാണുക, ആസ്വദിക്കുക, ചിരിക്കുക, കളയുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ചൊവ്വയിലായിരുന്നു, ഇപ്പോൾ ചൊവ്വയിൽ നിന്ന് വണ്ടിയും പിടിച്ച് ഗാലക്സിക്ക് വെളിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മല്ലികാമ്മയും മോനും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ശരി.